നിൽക്കുന്ന വഴികൾ, കാറ്റ്, മരങ്ങൾ. ഇന്ത്യ ഗേറ്റിനടുത്ത് നഗരത്തിന്റെ മധ്യഭാഗത്ത് നിശബ്ദമായ ഒരിടം, അതാണ് ലോധി ഗാർഡൻ. നിരവധി ഉദ്യാനങ്ങളുള്ള ഡൽഹി നഗരത്തിലെ ഏറ്റവും സുന്ദരമായ ഉദ്യാനം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ലോധി ഗാർഡൻ. 90 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഹരിതഭംഗിയാൽ ചുറ്റപ്പെട്ട ഒരു ഉദ്യാനം. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലും 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലും ഡൽഹി ഭരിച്ച ലോധി സുൽത്താൻമാരുടെ പേരിലാണ് ഈ ഉദ്യാനം അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാരാണ് ഈ ഉദ്യാനം ഇന്നത്തെ നിലയിൽ ഭംഗിയാക്കിയിരിക്കുന്നത്. അവർ ലേഡി വില്ലിംഗ്ടൺ പാർക്ക് എന്നാണ് വിളിച്ചിരുന്നത്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രശസ്തമായ ഒരു ഉദ്യാനമാണ് ലോധി ഗാർഡൻ. ലോധി രാജവംശത്തിൻ്റെ കാലത്ത് നിർമ്മിച്ച ഈ ഉദ്യാനം 15-ാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യാ ശൈലിയുടെ മികച്ച ഉദാഹരണമാണ്. ലോധി ഗാർഡൻ എന്നാണ് ഇപ്പോഴത്തെ പേരെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ലോധി സുൽത്താന്റെ സ്മാരകം മാത്രമേ ഈ ഉദ്യാനത്തിലുള്ളൂ. ലോധികൾക്ക് തൊട്ടു മുൻപ് ഡൽഹി ഭരിച്ചിരുന്ന സയ്യദ് സുൽത്താൻമാരിൽ ഒരാളുടെയും അക്കാലത്തെ ചില പ്രഭുക്കന്മാരുടെയും സ്മാരകങ്ങളാണ് പിന്നീടുള്ളവ. ഉദ്യാനത്തിന്റെ വടക്കു പടിഞ്ഞാറേ കോണിൽ ഒരു ചെറിയ മതിൽക്കെട്ടിനകത്ത് നിൽക്കുന്ന അഷ്ടകോണാകൃതിയിലുള്ള കെട്ടിടമാണ് സിക്കന്ദർ ലോധിയുടെ സ്മാരകം. ഇത് മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഡൽഹിയിലെ ചുരുക്കം ചില സ്മാരകങ്ങളിൽ ഒന്നാണ്. ഈ മതിൽക്കെട്ടിൽ ഒരു ചെറിയ മസ്ജിദും കാണാം. കോട്ട്ല മുബാരക്പൂരിലെ മുബാരക് ഷായുടെ സ്മാരകത്തിന്റെ ശൈലിയിലാണ് സിക്കന്ദർ ലോധിയുടെ സ്മാരകവും നിർമ്മിച്ചിരിക്കുന്നത്. ബാഗോൾ ലോധി, സിക്കന്ദർ ലോധി, ഇബ്രാഹിം ലോധി എന്നിങ്ങനെ 3 സുൽത്താൻമാരായിരുന്നു ഈ രാജവംശത്തിൽ. ഇവരിൽ ബാഗോൾ ലോധിയുടെ സ്മാരകം ചിരാഗ് ദില്ലിയിലാണ്. ഇബ്രാഹിം ലോധിയാണ് ബാബർ 1527-ലെ 1-ാം പാനിപ്പട്ട് യുദ്ധത്തിൽ തോൽപ്പിച്ച് മുഗൾ രാജവംശം സ്ഥാപിച്ചത്. ഇബ്രാഹിമിന്റെ ശവകുടീരം നിലകൊള്ളുന്നത് പാനിപ്പട്ടിലാണ്. മൂവരിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരി സിക്കന്ദർ ആയിരുന്നു. ഡൽഹി സിംഹാസനത്തെ ബീഹാറിലെയും ബംഗാളിലെയും ഡെക്കാണിലെയും ഭരണാധികാരികൾ വകവയ്ക്കാതിരുന്ന കാലത്ത് അധികാരത്തിൽ വന്ന സിക്കന്ദർ തൻ്റെ 29 കൊല്ലത്തെ ഭരണകാലത്ത് ഈ പ്രദേശങ്ങളിൽ ഡൽഹിയുടെ ആധിപത്യം സ്ഥാപിച്ചു. പൊതുവെ നീതിപൂർവമായ ഭരണമായിരുന്നു സിക്കന്ദറുടേത്. ആഭ്യന്തര കാര്യങ്ങൾ നീതിപൂർവം കൈകാര്യം ചെയ്തിരുന്നുവെങ്കിലും പടച്ചട്ട ഇട്ടു കഴിഞ്ഞാൽ സിക്കന്ദർ ആളാകെ മാറും. കീഴടക്കിയ പ്രദേശങ്ങളിൽ പുല്ലുപോലും അവശേഷിക്കാതെ ചുട്ടു ചാമ്പലാക്കിയാണ് അദ്ദേഹത്തിന്റെ പട മുന്നേറിയിരുന്നത്. എന്നാൽ ഈ നയം 2 തവണ അദ്ദേഹത്തിന് തന്നെ വിനയായി. 1499-ൽ ഇന്നത്തെ മധ്യപ്രദേശിലെ ബാഗേൽഘട്ട് ആക്രമിച്ചു. കീഴടക്കിയ അദ്ദേഹം ആ പ്രദേശത്തെ കാർഷിക വിളകളെല്ലാം ചുട്ടു ചാമ്പലാക്കി. തുടർന്ന് സൈന്യവുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അദ്ദേഹവും സൈന്യവും വലിയൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. സൈന്യത്തിന് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഒടുവിൽ പടയോട്ടം ഉപേക്ഷിക്കേണ്ടി വന്നു. ഗ്വാളിയർ ആക്രമണത്തിലും ഇത് തന്നെ ആവർത്തിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. 1517-ൽ അദ്ദേഹം ആഗ്രയിൽ വെച്ച് മരിച്ചു. സിക്കന്ദർ ലോധിയെ എന്തുകൊണ്ടാണ് ഡൽഹിയിൽ അടക്കിയതെന്ന് വ്യക്തമല്ല. അഷ്ടഭുജാകൃതിയിലുള്ള ഈ ശവകുടീരം ഹിന്ദു വാസ്തുവിദ്യയിൽ നിന്നുള്ള സവിശേഷതകൾ ഇന്തോ ഇസ്ലാമിക് കെട്ടിടങ്ങളിൽ ഉൾപ്പെടുത്തിയതിന്റെ ഒരു നല്ല ഉദാഹരണമാണ്. നിരവധി ഹിന്ദു ശൈലിയിലുള്ള ഛത്രികകൾ മധ്യ താഴികക്കുടത്തെ ചുറ്റിപ്പറ്റിയാണ്. മൂലകളിലെ ചരിഞ്ഞ പിൻഭാഗങ്ങൾ ഓരോന്നിനു മുകളിൽ ഒരു അലങ്കാര പൂച്ചെണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വരാന്തയിലേക്ക് തുറക്കുന്ന നിരവധി കവാടങ്ങളും നമുക്കിവിടെ കാണാം. മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ലോധി പാലവും നമുക്കിവിടെ കാണാം. ഈ പാലത്തിന് 7 കവാടങ്ങളുണ്ട്. മധ്യഭാഗം ഏറ്റവും വലുതാണ്. This is a beautiful park with lovely trees and flowers, and the buildings are really nice. Really nice. Yeah.
cool place to go. Yeah. Yeah. And there's a lot of variety of plants and stuff that we're not used to, so it's really nice to see it. Yeah, and super well kept and tidy. Yeah. It's really nice to get away from the city Yeah. bus. Yeah. ലോധി ഉദ്യാനം സന്ദർശിക്കാനെത്തുന്ന സന്ദർശകർക്ക് ഏറ്റവും അടുത്ത മെട്രോ സ്റ്റേഷൻ ജോർബാഗ് മെട്രോയാണ്. പ്രവേശനം തികച്ചും സൗജന്യമാണ്. സന്ദർശക സമയം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ രാവിലെ 5 മുതൽ രാത്രി 8 വരെയും ഒക്ടോബർ മുതൽ മാർച്ച് വരെ രാവിലെ 6 മുതൽ വൈകിട്ട് 8 വരെയുമാണ്. ഡൽഹിയിലെത്തുന്ന എല്ലാവരും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ലോധി ഗാർഡൻ. മനോഹരമായ പൈതൃക ഉദ്യാനവും ചരിത്ര സ്മാരകങ്ങളും മാത്രമല്ല ഇവിടെയുള്ളത്. ലോധി തടാകം, ലോധി പാലം, ഇതിലുപരി ബട്ടർഫ്ലൈ പാർക്ക്, ബോൺസായി പാർക്ക്, ഔഷധ സസ്യങ്ങളുടെ ശേഖരം, നിരവധി പക്ഷികൾ, സസ്യജന്തുജാലങ്ങൾ. തദ്ദേശവാസികളുടെ ഹൃദയങ്ങളിൽ ഒഴിവു സമയങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരിടം തന്നെയാണ് ഇത്. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും വ്യായാമത്തിനും എല്ലാം ഈ പാർക്ക് പ്രദേശവാസികളുടെ സ്ഥിര സന്ദർശന കേന്ദ്രം കൂടിയാണ്. സംഗീത പരിപാടികൾ, ഗെറ്റ് ടുഗദർ, അങ്ങനെ പോകുന്നു ലോധി ഉദ്യാനത്തിലെ വിശേഷങ്ങൾ. പ്രകൃതി അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അതിലും സന്തോഷം കണ്ടെത്തുന്ന കുറേ നല്ല മനുഷ്യർ. പ്രകൃതിയുടെ മനോഹാരിതയും മഴയുടെ സ്പർശനവും മണ്ണിൻ്റെ മണവും എല്ലാറ്റിനുമുപരി ചരിത്ര സ്മാരകത്തിൻ്റെ സുഖമുള്ള ഓർമ്മയും ഏവരെയും പിടിച്ചു നിർത്തുന്ന ഒരിടം. സുൽത്താൻമാരില്ലാത്ത രാജവംശത്തിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പുരാതന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല്. ലോധി ഉദ്യാനത്തിൻ്റെ ചരിത്രം വരും തലമുറയെയും കാത്ത് അങ്ങനെ നിലനിൽക്കുന്നു.